തിരുമല വെങ്കടേശ്വര സ്വാമി കുബേരന്റെ അടുത്ത് വാങ്ങിയ കടം എത്രയാണെന്ന് അറിയാമോ? ആദിവരാഹ ക്ഷേത്രത്തിൽ അശ്വത്ഥ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പരമശിവൻ വെങ്കടേശ്വര സ്വാമിയോട്, നമ്മുടെ കയ്യിൽ ധനമില്ലെങ്കിൽ എന്താ, വളരെയധികം സമ്പത്തുള്ള കുബേരൻ എന്ന സ്നേഹിതനുണ്ട് എനിക്ക്, അങ്ങയ്ക്ക് ധനം കടമായി നൽകാൻ ഞാൻ കുബേരനോട് പറയാമെന്നും പറഞ്ഞ് പരമശിവൻ കുബേരനെ വിളിപ്പിച്ച് വെങ്കടേശ്വര സ്വാമിക്ക് ധനം കടമായി നൽകുവാൻ പറയും. അപ്പോൾ കുബേരൻ വെങ്കടേശ്വര സ്വാമിയോട്, അങ്ങയ്ക്ക് കടം തരുവാൻ ഒരു കുഴപ്പവുമില്ല, പക്ഷേ ഇത് കലിയുഗമായതുകൊണ്ട് തരുന്ന കടത്തിന് ഞാൻ പലിശ വാങ്ങും, അത് തെറ്റല്ല എന്നും പറയും. കുബേരന്റെ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെട്ട വെങ്കടേശ്വര സ്വാമി, യുഗധർമ്മം ആരായാലും പാലിക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങുന്ന ധനത്തിന് പലിശ നൽകാമെന്നും പറയും. കുബേരൻ അപ്പോൾ കടം എത്ര വേണമെന്ന് ചോദിച്ചു. അപ്പോൾ വെങ്കടേശ്വര സ്വാമി, ഋണഗ്രാഫി ശ്രീനിവാസ ഋണദാത ധനേശ്വര എന്നും പറഞ്ഞ് പ്രോമസറി നോട്ട് എഴുതി. അതിനുശേഷം ഹേമലാംബിനാമ വർഷേ വൈശാഖമാസേ അശ്വത്ഥ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 14 ലക്ഷം രാമമുദ്ര നാണയങ്ങൾ വേണമെന്നും എല്ലാ 100 നാണയങ്ങൾക്കും ഒരു നാണയം പലിശ വെച്ച് നൽകാമെന്നും പറയും. യുഗാന്തത്തിന് ശേഷം വാങ്ങിച്ച ധനം മുഴുവൻ തിരിച്ചു നൽകാമെന്നും പറഞ്ഞ് പ്രോമസറി നോട്ട് എഴുതി കുബേരനോട് ധനം തരുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കുബേരൻ, നോട്ട് എഴുതിയതിൽ വളരെ നന്ദി, പക്ഷേ ആരെങ്കിലും സാക്ഷി ഒപ്പിട്ടാൽ കടം തരാമായിരുന്നു എന്നും പറഞ്ഞ് ബ്രഹ്മദേവന്റെ മുഖത്തു നോക്കും. അപ്പോൾ ചതുർമുഖ ബ്രഹ്മ സാക്ഷി ഒപ്പിടും. അപ്പോൾ കുബേരൻ, ഇനി ഒരാൾ കൂടി ഒപ്പിടേണ്ടി വരും എന്നും പറഞ്ഞ് വെങ്കടേശ്വര സ്വാമിയുടെ സ്നേഹിതനായ പരമശിവന്റെ മുഖത്തു നോക്കും. അപ്പോൾ പരമശിവൻ ഒപ്പിടും. അപ്പോൾ കുബേരൻ, മൂന്നാമതൊരാൾ കൂടി ഒപ്പിട്ടാൽ എത്ര നന്നായിരിക്കുമെന്ന് ബലമായി പറഞ്ഞ് മേലേക്ക് നോക്കും. അപ്പോൾ അശ്വത്ഥ വൃക്ഷം, ഞാൻ ഒപ്പിടാം സ്വാമി എന്നും പറഞ്ഞ് ഒപ്പിടും. ഒപ്പിടൽ കഴിഞ്ഞ ഉടനെ കുബേരൻ വെങ്കടേശ്വര സ്വാമിക്ക് ആവശ്യപ്പെട്ട ധനം കടമായി നൽകും.